ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അജൂസ് കിച്ചൺ വേൾഡിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു ബട്ടർ സ്കോച്ച് കേക്കാണ് തയ്യാറാക്കുവാനായിട്ട് പോകുന്നത്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന, അതായത് ഒരു 10 മിനിറ്റ് സമയം മാത്രം മതി നമ്മൾക്ക് ഈ ഒരു കേക്ക് തയ്യാറാക്കി എടുക്കുവാനായിട്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള, വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള, നല്ല സ്പോഞ്ചി ആയിട്ടുള്ള ഈ കേക്ക് നമ്മൾക്ക് തയ്യാറാക്കി എടുക്കുവാനായിട്ട് 10 മിനിറ്റ് സമയം മാത്രം മതി. ഇതിനകത്ത് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന എല്ലാ കാര്യങ്ങളും തന്നെ വളരെ പെട്ടെന്ന് ആർക്കും തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ ഈ ഒരു കേക്ക് എങ്ങനെയാണ് ഇത്ര പെട്ടെന്ന് വളരെ ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതെന്ന് നമുക്ക് നോക്കാം. ബട്ടർ സ്കോച്ച് കേക്ക് തയ്യാറാക്കി എടുക്കുവാനായിട്ട് നമുക്ക് എന്തെല്ലാം ആവശ്യമാണെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കുറച്ച് ഷുഗർ സിറപ്പ് തയ്യാറാക്കാനായിട്ട് കുറച്ച് ഷുഗറും അതുപോലെ കുറച്ച് ഒരു 1/4 കപ്പ് വെള്ളവും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് ഷുഗർ നന്നായിട്ട് മെൽറ്റ് ആക്കി എടുത്താൽ അത്രയും മാത്രമേ ഉള്ളൂ. അതായത് നമ്മുടെ ഷുഗർ സിറപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടുന്നത് ബട്ടർ സ്കോച്ച് സോസ് ആണ്. അപ്പോൾ അത് ഞാനിവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് ബട്ടർ സ്കോച്ച് സോസ് തയ്യാറാക്കുന്നത് എന്നുള്ളതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം. പിന്നീട് നമുക്ക് വേണ്ടുന്നത് ക്രീമാണ്. അപ്പം വിപ്ഡ് ക്രീം ഇവിടെ വിപ്പ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടുന്നത് ബദാം ക്രഞ്ചിയാണ് നമുക്ക് വേണ്ടുന്നത്. അപ്പം ഞാൻ അതിന് പകരമായിട്ട് നമ്മുടെ കപ്പലണ്ടി മിഠായി, അതായത് പീനട്ട് ചിക്കിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ബട്ടർ സ്കോച്ച് കേക്കാണ് നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത്. അതുകൊണ്ട് തന്നെ അപ്പോൾ ഇത് നമുക്ക് വീട്ടിൽ തയ്യാറാക്കി എടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ നമ്മൾ ബദാം വെച്ചിട്ടാണ് തയ്യാറാക്കുന്നത്. കപ്പലണ്ടി മിഠായി ഇതുപോലെ മേടിച്ചിട്ട് പൊടിച്ചെടുത്താലും മതിയാവും. അപ്പം ഞാൻ ആ ഒരു രീതിയിലാണ് ചെയ്യുന്നത്. ഇത് നമുക്കൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. അപ്പം ഞാൻ ഈ കപ്പലണ്ടി മിഠായി ഇതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ തരിതരിയായിട്ട് പൊടിച്ചെടുത്തത്. ആക്കാൻ പോകുന്ന ബട്ടർ സ്കോച്ച് കേക്കിലേക്ക് നമ്മൾ ഉപയോഗിക്കുന്നത് ബ്രെഡാണ്. അപ്പം ഞാൻ ഇതുപോലെ 4 സൈഡും അതിൻ്റെ ആ സൈഡ് അരികെല്ലാം നന്നായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പം ഇതുപോലെ കട്ട് ചെയ്തിട്ടുള്ള കുറച്ച് പീസസ് ഞാൻ എടുത്തിട്ടുണ്ട്. നമ്മൾക്ക് എത്ര ലെയർ ആണോ വേണ്ടത് അതനുസരിച്ച് എടുക്കുക. നമുക്കിനി കേക്ക് അസംബിൾ ചെയ്യാം. അപ്പം അതിനായിട്ട് ഞാനൊരു കേക്ക് വെക്കാനുള്ള ഒരു സ്റ്റാൻഡ് തയ്യാറാക്കിയിട്ടുണ്ട്. അത് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ ചെയ്തേക്കുന്നത്. ഒരു പ്ലേറ്റിൻ്റെ മുകളിലേക്ക്, ഒരു പ്ലേറ്റാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു പ്ലേറ്റിൻ്റെ മുകളിലേക്ക് കുറച്ച് ഫോയിൽ പേപ്പർ നന്നായിട്ട് ഒന്ന് വെച്ചിട്ടുണ്ട്. അത്ര മാത്രമേ ഉള്ളൂ. നമുക്ക് ഈസി ആയിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്. നമുക്ക് കുറച്ച് ക്രീം അതിൻ്റെ മുകളിലേക്ക് ഒന്ന് തേച്ച് കൊടുക്കാം. ഇപ്പോൾ 2 സ്ലൈസ് ബ്രെഡ് ഞാൻ എടുത്തിട്ടുണ്ട്. നമ്മൾക്ക് ഇങ്ങനെ ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പം നിങ്ങൾക്ക് എത്ര വലിപ്പം വേണോ അതനുസരിച്ച് വെച്ച് കൊടുക്കുക. ഇപ്പം 4 എണ്ണം വേണമെങ്കിൽ, ഒരുപാട് വലുതാണ് വേണ്ടതെങ്കിൽ 4 എണ്ണം ഈ 2 സൈഡിലും കൂടെ ഈ 2 എണ്ണം വെച്ച് കൊടുത്താൽ മതി. അല്ല 1 എണ്ണം മതി എന്നുണ്ടെങ്കിൽ 1 എണ്ണം മാത്രം വെച്ച് വേണമെങ്കിലും ചെയ്യാം. ഞാൻ 2 സ്ലൈസ് ബ്രെഡാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഷുഗർ സിറപ്പ് അല്പം ഒഴിച്ചു കൊടുക്കാം. ക്രീം വെച്ച് നമുക്ക് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അല്പം പീനട്ട് പൊടിച്ചതും കൂടെ നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നു. വീണ്ടും ഷുഗർ സിറപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു കേക്കിലേക്ക് നമ്മൾ ബ്രെഡാണ് യൂസ് ചെയ്തതെന്ന് നമ്മൾക്ക് മനസ്സിലാവത്തേ ഇല്ല. അത്രയ്ക്കും ഇതിനകത്ത് നമ്മൾ ഈ ക്രീമും അതുപോലെ ഈ
ഷുഗർ സിറപ്പും ഒക്കെ ചേർക്കുന്നത് കൊണ്ട് തന്നെ ഇതിൽ ലാസ്റ്റിൽ നമ്മൾ ഉണ്ടാക്കി വരുമ്പോൾ ബ്രെഡിൻ്റെ ടേസ്റ്റ് വരത്തേയില്ല. അപ്പം ആർക്കും തന്നെ പെട്ടെന്ന് മനസ്സിലാകത്തേയില്ല അതിനകത്ത് ബ്രെഡാണ് ഉപയോഗിച്ചിരിക്കുന്നതെന്നും തന്നെ. ഇതുപോലെ നമുക്ക് എല്ലാ ബ്രെഡും ഇതുപോലെ നമ്മൾക്ക് ചെയ്തെടുക്കണം. നമ്മുടെ കേക്ക് ഇവിടെ ഏകദേശം നന്നായിട്ട് ഞാൻ ക്രീം ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ കേക്ക് ഏകദേശം റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ആ പീനട്ട് ചിക്കി വെച്ച് തന്നെയാണ് ഇതിനെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കലാവാസനയ്ക്കനുസരിച്ചും അതുപോലെ നിങ്ങളുടെ കഴിവിനനുസരിച്ചും ഒക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബട്ടർസ്കോച്ച് സോസ് ഉണ്ടല്ലോ, അതും കൂടെ നമ്മൾക്ക് ഇതിൻ്റെ മുകളിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കണം. ഈ ഒരു സോസിനൊരു പ്രത്യേക ടേസ്റ്റാണ്, നല്ലൊരു മിഠായിയുടെയൊക്കെ ഒരു ടേസ്റ്റാണ്, നല്ല ടേസ്റ്റാണ് കേട്ടോ. ഈ ഒരു സോസ് വരുമ്പോഴാണ് ഈ ഒരു കേക്കിന് കൂടുതൽ ടേസ്റ്റ് വരിക. അപ്പോൾ ഇത് തയ്യാറാക്കുന്നത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, നിങ്ങൾക്കത് നോക്കി ചെയ്യാവുന്നതാണ്. ഈ ഒരു സോസ് നമുക്ക് കേക്കിന് വേണ്ടി മാത്രമല്ല പുഡിങ്ങുകളിലേക്ക് അതുപോലെ ഐസ്ക്രീമിനൊക്കെ ടോപ്പിംഗ് ആയിട്ടും ഒക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സോസാണിത്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഇതിൽ വ്യത്യാസങ്ങൾ വരുത്താവുന്നതാണ്. അപ്പം ഓരോരുത്തരുടെയും കഴിവിനനുസരിച്ചുള്ള രീതിയിൽ നമ്മൾക്ക് ചെയ്യാവുന്നതാണ്. ഇപ്പം നമ്മുടെ കേക്ക് ഇവിടെ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഞാൻ എൻ്റെ മോളുടെ ബർത്ത്ഡേ ആയിട്ടാണ് ഞാൻ ഈ ഒരു കേക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. വളരെ ടേസ്റ്റിയാണ് ഈ ഒരു കേക്ക് നമ്മൾക്ക് കഴിക്കുവാനായിട്ട്. ആ സോസൊക്കെ വരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് ഈ ഒരു കേക്കിന് കിട്ടുക. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും, കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഇഷ്ടപ്പെടും. പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കുവാനായിട്ടും സാധിക്കും. ഇതുവരെയും നിങ്ങൾ എന്നോട് കാണിച്ച എല്ലാ സപ്പോർട്ടിനും വളരെയധികം നന്ദിയുണ്ട്. തുടർന്നും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്കും കൂടി പ്രയോജനപ്പെടേണ്ടതിനായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ടും ഓർക്കുമല്ലോ. ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടും മറക്കല്ലേ. അടുത്ത നല്ലൊരു വീഡിയോയിലൂടെ നമ്മൾക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും ബായ്.